ചേച്ചിമേ, അവരെത്തി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനക്ക് ക്ഷീണം ഒന്നുമില്ല, പഴയതുപോലെ തന്നെ. മക്കളെ കൂടെ കൊണ്ടുവരാറുന്നില്ലേ? അവര് വെക്കേഷന് ഇച്ചായും വന്നിങ്ങ് കൊണ്ടുവന്നോളൂ. ഡോക്ടർ ചാന്റെ മുഖത്ത് ഇപ്പഴാ ഒരു തെളിച്ചു വീണത്. മേബിൾ, യാത്രയൊക്കെ സുഖായിരുന്നില്ലേ? നീ വെറുതെ വാച പഠിച്ചു നിൽക്കാതെ അയ്യോടാ, എന്നാ അനുസരണ. വേണ്ട കുഞ്ഞെ, ഞാൻ വേണ്ട, അവളൊന്ന് എടുത്ത് പഠിക്കട്ടെ. കൊണ്ടുപോടി. ആ, നടക്കുമ്പോ ആദ്യം കുറച്ചു ദിവസമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോ അതങ്ങ് ശീലമായി പോയി. എല്ലാം ഫേറ്റ് എന്നല്ലാതെ എന്താ പറയാ. ഞാൻ അപ്പനോട് സൂചിപ്പിച്ച കാര്യത്തിന് ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. എന്നാ ചേച്ചമ്മ? നിന്റെ കല്യാണക്കാര്യം തന്നെയാണ്. ഓ, അതിപ്പോ തീരുമാനിക്കാൻ എന്നാ, ഉടനെ അങ്ങ് നടത്തുക തന്നെ. അതെ, എന്റെ കാര്യത്തിന് മുമ്പ് ആദ്യം ഈ കാന്താരിയുടെയും ടോണിയുടെയും കല്യാണം നടക്കട്ടെ. ജീവിതത്തിൽ ആദ്യമായി അവിടെ മുഖത്തൊരു ചമ്മലും നാണവും ഒക്കെ വന്നു. ഇവൻ ഈ പറയുന്നൊന്നും അപ്പം കാര്യമാക്കണ്ട. നടത്തുമ്പോ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തുന്നത് തന്നെയാ നല്ലത്. അതന്നെ. അല്ലെ റാണിമോള് കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ 8ാം ക്ലാസ് തോറ്റ് എന്റെ മേരി കുഞ്ഞിനെ ട്യൂഷൻ എടുക്കാനെന്നും പറഞ്ഞ് ഇവൻ റബേക്ക ടീച്ചറെ വീണ്ടും വിളിച്ചു വരുത്തും. അമ്മച്ചിയുടെ ഓർമ്മ ദിവസം എടുത്തു വരില്ലേ? ശരിയാ, അന്ന് തന്നെ നടന്നതാ അതിന്റെ ഒരു ഭംഗി. അങ്ങനെയാണെങ്കിൽ മനസ്സമ്മതം ഉടനെ നടത്തിയ ചരമനെന്ന് ചീട്ട് വാങ്ങി 3 കൂട്ടി വിളിച്ചു വലിയ അങ്ങ് നടത്താം. ആ, എങ്കിൽ ഉടനെ തന്നെ മനസ്സമ്മതത്തിന് തീയതി ഉറപ്പിക്കാം. ചേർന്ന് നിൽക്കൂ. ജോസഫ് എബ്രഹാം, ഈ നിൽക്കുന്ന റബേക്കയെ മറ്റുള്ളവരുടെ പ്രേരണയോ സമ്മർദ്ദമോ കൂടാതെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുവാൻ സമ്മതമാണോ? അയ്യോ, പൂർണ്ണ സമ്മതമല്ലേ. അവന്റെ അവളുടെ മനസമ്മതമൊക്കെ നടന്നോട്ടെ, നമുക്ക് പരിപൂർണ സമ്മതമാ. ഇതുപോലെ നമ്മുടെ കൊച്ചമ്മണിയുടെ മനസമ്മതവും കഴിഞ്ഞതല്ലേ, അല്ലേടാ ആൻഡ്രൂസേ? അതെ, അറിഞ്ഞുകൊണ്ട് ദൈവം തമ്പുരാൻ കൊണ്ടുവന്ന് വന്നിരിക്കുന്ന ഒരു അവസരമാണിത്. ഇതിലൊരു കളി നമുക്ക് കളിക്കണം. പിന്നീട് ഒരിക്കലും തേവക്കാട്ടുകാർക്ക് തലപൊക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒടുക്കത്തെ ഒരു കളി. എന്നെ കൊണ്ടാവുന്ന രീതി കേസെല്ലാം ഞാൻ ഒതുക്കിക്കോളാം. പക്ഷെ ഇനിയുള്ള കളികള് സൂക്ഷിച്ചായിരിക്കണം. അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുന്ന സ്ഥിതിക്ക് നമ്മളായിട്ടൊരു... എന്താ, തനിക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ്, പേടിയുണ്ടായിട്ടൊന്നുമല്ല. തടി കൂടിയത് കൊണ്ട് പഴയതുപോലെ ഓടാൻ പറ്റില്ല, അതുകൊണ്ടാ. അവര് ഞങ്ങളെ ഒരു പുല്ലും ചെയ്യലിടോ. പക്ഷെ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് താൻ കണ്ടോ? അതോടെ സർവ്വ കണക്കും തീരും. പിന്നെ തേവക്കാട്ട് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ല. നാട് മുഴുവൻ അവര് കല്യാണം വിളിക്കട്ടെ. തേവക്കാട്ട് മുറ്റത്ത് കല്യാണപ്പന്തൽ ഉയരട്ടെ. കല്യാണ വീട് ആഹ്ലാദത്തിന്റെ ഉച്ചകോടി വരെ എത്തട്ടെ. പക്ഷേ എന്റെ കൊച്ചമ്മണിയെ ഈ അവസ്ഥയിലാക്കിയവന്മാരുടെ തറവാട്ടിന്ന് ഒരു പെങ്കൊച്ചും മിന്നുകെട്ടി കെട്ടിയവന്റെ കൈപിടിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങില്ല. ഓ, നിങ്ങൾ പേടിക്കാണ്ടിരി, ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്തോളാം. അപ്പം വിളിച്ചായിരുന്നോ? കുര്യാക്കോസാ വിളിച്ചത്. ആ പാറക്കാടന്മാരെ നമ്മുടെ ടോണി മോനെ വീട്ടിൽ ചെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തിയത്. ഇനി എന്നാ ചെയ്യൂടാ? തൽക്കാലം മറ്റാരും ഇതറിയണ്ട. കുട്ടപ്പായ എങ്ങനെ അറിഞ്ഞ നാളെ അവന്റെ കല്യാണം എന്നുള്ള കാര്യവും മറന്ന് വല്ല അവിവേകത്തിനിറങ്ങി പുറപ്പെട്ടു കളയും. ശരിയാ, എന്നാലും നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. കല്യാണ സമയത്ത് അമ്മമാര് പള്ളിയിൽ കയറി വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എന്റെ പേടി. കെട്ടഴിയുന്നവരെ നമുക്ക് പോലീസിന്റെ സഹായം തേടിയാലോ? പള്ളിമുറ്റം നിറയെ പോലീസ് ഇറങ്ങാന്ന് പറഞ്ഞ അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. ഞാൻ എന്തായാലും തിരുമേനിയെ ചെന്ന് കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ച് വേണ്ടി വന്ന അനുവാദം വാങ്ങിച്ചു വരാം. എന്നാ പിന്നെ അത് തന്നെ നല്ലത്. ഞങ്ങൾ വാക്കുകൊടുത്ത കളക്ടർക്ക് തേവക്കാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു കുഴപ്പമുണ്ടാവില്ലെന്ന്. പിന്നെ അവരിങ്ങനെ തുടങ്ങിയാൽ വിവാഹ സമയത്ത് പള്ളിയിൽ ഒരു സംഘർഷം ഉണ്ടായാൽ അത് നമ്മുടെ തിരുസഭയ്ക്ക് തന്നെ നാണക്കേടാ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാം. ഓ, കർത്താവിന്റെ കൃപയുണ്ടെങ്കിൽ എല്ലാം മംഗളമായിട്ട് തന്നെ നടക്കും.
നാളെ പള്ളി കെട്ടി നടക്കുമ്പോ ഒറ്റ സ്ഫോടനം കൊണ്ട് എല്ലാം അങ്ങ് തീർക്കാമെന്ന് കരുതി വന്നതാ. പക്ഷെ അതില് പള്ളിയും കുറെ നാട്ടുകാരും കൂടെ അങ്ങ് പോവും. അത് വേണ്ടാന്ന് ദൈവം നിശ്ചയിച്ചത് കൊണ്ടാവാം നിന്നെ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നിരിക്കുന്നത്. കല്യാണം മുടങ്ങാൻ കല്യാണ ചെറുക്കൻ തന്നെ മരിക്കണം നിർബന്ധമില്ല. കല്യാണ പെണ്ണിന്റെ തന്ത ചത്താലും മതി. അല്ലെങ്കിൽ തന്നെ ആ പാവം ചെക്കൻ ഞങ്ങളോടും തെറ്റ് ചെയ്തിട്ടാ കണക്കുകൾ തീർക്കേണ്ടത് നിന്നോടല്ലേ? ദയവായി നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നാളെ ഒരു ദിവസം കൂടി എനിക്ക് തരണം. എന്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് ഒന്ന് ഇറക്കിക്കോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് തരാം. നിങ്ങൾ എന്റെ ജീവൻ എടുത്തോളൂ. എന്റെ കൊച്ചമ്മണിയെ ശവമാക്കി ഇരുത്തിട്ട് നിനക്ക് നിന്റെ മോളെ കെട്ടിച്ചയക്കണമല്ലടാ. തിരുമേനി! എന്താ ആരാണ് കൊപ്പിയത്? നാട്ടുകാരാകെ ഇളകിയിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കൊലക്കുറ്റം ഏറ്റെടുക്കാൻ ആളെ വരെ റെഡിയാക്കി വെച്ചിരിക്കുക. തൽക്കാലം നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് മാറി നിന്നാ മാത്രം മതി. ഞങ്ങള് മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ കൊച്ചമണിയും കൂടെ ഉള്ളതുകൊണ്ട് എന്ന് കരുതി അവളെ ഇവിടെ വീഴ്ചിട്ട് പോകാൻ പറ്റൂടാ. അല്ല, സഹദേവൻ സാർ വിചാരിച്ചാല് കൊച്ചിയിലെ ഏതെങ്കിലും ശരണാലയത്തില്. പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഈ കൊല്ലും കൊലയൊക്കെ നടത്തിയത്? ശരണാലയത്തിലാക്കണം പോലും. അതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ട പുലർച്ചെ നമ്മൾ മദ്രാസിലെത്തും. പിന്നെ തേവക്കാട്ടുകാർക്ക് നമ്മൾ ഒരു പുല്ലും ചെയ്യാൻ ചേട്ടായി, വെടിമരുന്നിന് തീ പിടിച്ചു. കുട്ടപ്പായി, അതേടാ കുട്ടപ്പായി തന്നെ. തേവക്കാട്ടിന് ജീവനോടെ ബാക്കിയുള്ള എന്റെ അപ്പനും ഇച്ചായന്മാരും കല്യാണ പന്തലിൽ സ്വന്തം അപ്പന്റെ ശവം കെട്ടിപ്പിടിച്ച് നിലവിളിച്ച എന്റെ റാണിമോളും ഒക്കെ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഒരുത്തനെ പേടിക്കാതെ സ്വൈരമായിട്ട് ജീവിക്കണം. അതിന് നിങ്ങളിൽ ഒറ്റ ഒരുത്തം പോലും ഇനി ജീവനോടെ ബാക്കിയുണ്ടാവാൻ പാടില്ല. നീ അബദ്ധമൊന്നും കാണിക്കരുത്. ഞങ്ങളോടൊപ്പം നീയും കെട്ടി ചാമ്പലായി പോകും. അറിയാവടാ, എന്റെ അപ്പനും ഇച്ചായന്മാരും ജീവനോടെ നിലനിൽക്കാൻ സ്വന്തം ജീവൻ കുരുതി കൊടുക്കാൻ പോലും തയ്യാറായിട്ടായി കുട്ടപ്പായി വന്നിരിക്കുന്നത്.
കല്യാണം കഴിച്ച് പിള്ളേർക്ക് എത്തി വന്നേ. ആ.